നാളെ മരിക്കും എന്നറിഞ്ഞാൽ ഇന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം മരണത്തെ മുന്നിൽ കണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് വരുമെങ്കിൽ വരും നമുക്കറിയാം, പക്ഷേ ഇത് വരില്ല എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. കാരണം മരണത്തെ അല്ല നമ്മൾ മുന്നിൽ കാണുക, ജീവിതത്തെയാ. എന്നാൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ. അയാളുടെ പേരാണ് പുതുക്കുടി പുഷ്പൻ എന്നുള്ളത്. പുഷ്പന്റെ മുന്നിലുണ്ടായിരുന്നത് മരണമായിരുന്നു, ജീവിതമായിരുന്നില്ല. പുഷ്പൻ അറിയാമായിരുന്നു, എനിക്കും നിങ്ങൾക്കും അറിയാമായിരുന്നു, 1994 നവംബർ മാസം 25 ശേഷം ഏത് ദിവസം, ഏത് നിമിഷം, ഏത് സെക്കൻഡിൽ പുതുക്കുടി പുഷ്പന്റെ ഹൃദയമിടിപ്പ് നിലക്കുന്നുവോ അയാൾ കൂത്തുപറമ്പിലെ 6ാമത്തെ രക്തസാക്ഷിയായിട്ട് അയാളുടെ പേര് എഴുതി വെക്കുമെന്ന് 1994 നവംബർ മാസം 24-ാം തീയതി നമ്മൾ തീരുമാനിച്ചതാണ്. എന്നാൽ പുഷ്പൻ തീരുമാനിച്ചു, തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ അയാൾ ഇങ്ങനെ പിടിച്ചു നിർത്തി. തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ പിടിച്ചു നിർത്തി. ശരീരത്തിൽ 2 അവയവം മാത്രം ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു പുഷ്പൻ. 24 വയസ്സായിരുന്നു പ്രായം തണ്ടൊടിഞ്ഞ് വീഴുമ്പോ. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ എന്റെ പ്രസംഗത്തിന് എനിക്കാവശ്യമുള്ള തരത്തിൽ എന്തെല്ലാം ചലനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. എന്റെ വിരല്, എന്റെ കൈ, എന്റെ തോള്, എന്റെ തല, എന്റെ നാവ്, എന്റെ കണ്ണ്, എല്ലാം, എന്റെ കാലുകൾ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര അവയവങ്ങളാണ് ഞാൻ ചലിപ്പിക്കുന്നത്. പുതുക്കുടി പുഷ്പന്റെ ശരീരത്തിൽ പുതുക്കുടി പുഷ്പന് ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന 2 അവയവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൺപോളയായിരുന്നു, മറ്റൊന്ന് വായിലെ നാവായിരുന്നു. കൺപോളയും വായിലെ നാവുമല്ലാതെ ശരീരത്തിലെ ഒരു അവയവവും സ്വന്തം ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ വേണ്ടി പറ്റാതിരുന്ന ഒരു മനുഷ്യൻ തന്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന മരണത്തെ 29 വർഷവും 10 മാസവും 3 ദിവസവും ഒരു കൈപ്പാടകലെ പിടിച്ചു നിർത്തിയിട്ടുള്ള മഹാത്ഭുതത്തിന്റെ പേരാണ് പുതുക്കുടി പുഷ്പൻ എന്നുള്ളത്. ONV പാതയത്തിൽ എഴുതുന്നുണ്ട്, ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. അതിനു മുമ്പ് ഒന്നു ഞാൻ പാടട്ടെ, അതിലെന്റെ ജീവനുരുകട്ടെ, അതു വീണ് മണ്ണ് കുതിരട്ടെ, പിളർക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ എന്ന്. തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തോട് അക്ഷരാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ കരുത്തുകൊണ്ടല്ല, ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രത്യേകത കൊണ്ടുമല്ല, എങ്ങനെയാണ് തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ ലോകത്തെ എല്ലാ വിപ്ലവകാരികൾക്കും വേണ്ടി പുതുക്കുടി പുഷ്പന് 3 പതിറ്റാണ്ട് ഒരു കൈപ്പാടകലെ തളർന്ന ശരീരത്തിൽ കിടക്കുമ്പോഴും പിടിച്ചു നിർത്തുവാനുള്ള കരുത്തു കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ സിരകളിലേക്ക് ഒരഗ്നി പോലെ ഒഴുകിക്കൊണ്ടിരുന്നത് ഒരാശയമായിരുന്നു. ആ ആശയത്തിന്റെ പേര് സോഷ്യലിസം എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരാശയം മഹാപർവ്വതം പോലെ കരുത്തുറ്റതാകുന്നത്, മഹാസാഗരങ്ങളെക്കാൾ ആഴമുള്ളതായിട്ട് മാറുന്നത്. വലതുപക്ഷത്തിന്റെ കണ്ണുകൊണ്ട് അളന്നെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നിന്റെ പേരല്ല അത്. 29 വർഷവും 10 മാസവും 3 ദിവസവും കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോഴും 2 അവയവങ്ങൾ, ഒന്ന് കൺപോള, ഒന്ന് വായിലെ നാവ്. ആ കണ്ണ് ഒരു നിമിഷം ഈ നാട്ടിലെ വലതുപക്ഷത്തിന് വിൽക്കുവാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ നനയിച്ചിട്ടില്ല പുതുക്കുടി പുഷ്പൻ. ആ വായിലെ നാവ് വലതുപക്ഷത്തിന് ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിൽ 1 ഇഞ്ച് വലത്തോട്ട് ചരിച്ചിട്ടില്ല പുതുക്കുടി പുഷ്പൻ. അതാണ് സോഷ്യലിസ്റ്റുകളായിട്ടുള്ള യുവാക്കളുടെ വിപ്ലവ വീര്യം. അത് വലതുപക്ഷത്തിന്റെ മഞ്ഞ കണ്ണടകൾ കൊണ്ട് മർക്കിടാൻ വേണ്ടി പറ്റുന്ന ഒന്നിന്റെ പേര് അല്ല അത്. ആ സമരവീര്യത്തിലേക്കാണ് ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾ കടന്നുപോയി കൊണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. ആ സമരത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ് നമ്മൾ. ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. ആളുകൾ ചോദിക്കാം, എന്ത് കിട്ടുന്നടോ ഈ മജ്ജയും മാംസവുമുള്ള ഈ പ്രായത്തിൽ ഈ കൊടി പിടിച്ച് നടക്കുന്നത് കൊണ്ട് നിനക്കെന്ത് കിട്ടുന്നു എന്നൊരു ചോദ്യം വലതുപക്ഷത്തിന്റെ തലച്ചോറ് തലയിൽ കയറ്റിയിട്ട് നമുക്ക് നേരെ വരുന്നുണ്ടാകാം. അവരോട് ഞങ്ങൾ പറയാറുണ്ട്, എനിക്ക് കിട്ടുന്ന ഒരു പുതിയതൊരു ലോകത്തെയാണ്.
ഞാനൊരു പുതിയ ലോകത്തെ മനുഷ്യനായിട്ട് മാറുകയാണ്. ചിലിയിലെ വിപ്ലവകാരിയായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരുന്ന, നൊബൽ സമ്മാന ജേതാവായിരുന്ന പേബ്ലോ നെരൂദ എന്ന് പറയുന്ന വിശ്വകവി ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി 2 വർഷത്തിനുള്ളിൽ പേബ്ലോ നെരൂദ ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് ടു മൈ പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ്, എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്ന്. സ്പാനിഷ് ഭാഷയിലാണ് എഴുതിയത്, ചിലിയിലിരുന്നിട്ടാണ് എഴുതിയത്. എന്നാൽ ആ കവിത ഫറൂഖിലെയും രാമനാട്ടുകാരയിലെയും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടി കവിതയാണ്. ടു മൈ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് അൺനോൺ വേൾഡ്, അറിയപ്പെടാത്ത ലോകത്തെ മനുഷ്യരുമായിട്ട് നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന്. അറിയപ്പെടാത്ത ലോകത്തെ മനുഷ്യരുമായിട്ട് എനിക്ക് സാഹോദര്യം നൽകുന്ന ഒന്നിന്റെ പേരാണ് എന്റെ പ്രത്യയശാസ്ത്രം, എന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന്. ഈ രാമനാട്ടുകരയിൽ നിന്ന് എനിക്ക് പലസ്തീനിലെ മനുഷ്യരോട് എന്റെ ഹൃദയം ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ആഫ്രിക്കയോട് എന്റെ തോള് എനിക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ രാമനാട്ടുകരയെ ലോകത്തോളം വളർത്തുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന് സാധിക്കും. യു ഹാവ് ഗിവൺ മീ ഫ്രഡേണിറ്റി ടുവാർഡ്സ് ദ പീപ്പിൾ ഓഫ് അൺനോൺ വേൾഡ്. അറിയപ്പെടാത്ത ലോകത്തെ മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകിയിരിക്കുന്നു. ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാത്തിലുമുള്ള കരുത്ത് മുഴുവൻ നീ എനിക്ക് നൽകിയിരിക്കുന്നുവെന്ന് ആ കവിതയുടെ ഒരു ഭാഗത്ത് ഒരുപക്ഷെ കാലങ്ങൾക്കിപ്പുറം കൂത്തുപറമ്പ് തണ്ടൊടിഞ്ഞു വീണിട്ടും താഴാതെ തളരാതെ ജീവിക്കുന്ന ഒരു വിപ്ലവകാരിയെ മുന്നിൽ കണ്ട് നെരൂദ ഇങ്ങനെ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എല്ലാവരുടെയും വിജയത്തിനു മുന്നിൽ എന്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ, എന്റെ നഷ്ടങ്ങൾ, എന്റെ നിരാശകൾ മരണമടഞ്ഞു പോകുന്നത് എന്ന് നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നുവെന്ന്. എന്തുകൊണ്ട് പുതുക്കുടി പുഷ്പന് 3 പതിറ്റാണ്ട് മരണത്തെ വെല്ലുവിളിച്ച് ജീവിക്കുവാൻ വേണ്ടി സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ വിപ്ലവകാരിക്കറിയാമായിരുന്നു. അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അയാളുടെ ഹൃദയത്തിലേക്ക് കയറി അയാളെ പഠിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് എല്ലാവരുടെയും വിജയത്തിന് മുന്നിൽ തണ്ടൊടിഞ്ഞു വീണാലും തന്റെ വ്യക്തിപരമായ നഷ്ടങ്ങളെ മറന്നുകളയുവാൻ വേണ്ടി പറ്റുക എന്ന് പുതുക്കുടി പുഷ്പനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രത്യയശാസ്ത്രത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കരുത്തുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ അഭിമാനമുള്ള യുവജനതയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ജനത ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ ശബ്ദമാണ്. എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം, ഏറ്റവും ആദ്യത്തെ ഉത്തരം അത് ജനാധിപത്യത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാക്കി മാറ്റുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് ജനാധിപത്യം. എന്തല്ല ജനാധിപത്യം? ഒരു കൊല്ലം 1-2 തവണ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് കൈവിരലിൽ മഷി പുരട്ടുന്ന ഏർപ്പാടിന്റെ പേരല്ല ജനാധിപത്യം. തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യം. തെരഞ്ഞെടുപ്പെന്നാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും ദുർബലമായ, ഏറ്റവും അവസാനത്തെ മാനദണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്താ ജനാധിപത്യം? ജനാധിപത്യം എന്നാൽ ആധുനിക പൗരബോധമുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം എന്നുള്ളത്. എന്ന് വെച്ചാൽ അറിവുള്ള മനുഷ്യ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം എന്നുള്ളത്. എൻ്റെ നാട്ടിൽ ഒരു അമ്മുക്കുട്ടി ചേച്ചി ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടി ചേച്ചിയുടെ കഥ എല്ലായിടത്തും പറ്റുന്നിടത്തൊക്കെ പോകുന്നിടത്ത് ഞാൻ പറയാറുണ്ട്. അമ്മുക്കുട്ടി ചേച്ചി ഒരു 2 വർഷം മുമ്പ് കോവിഡ് കാലത്ത് മരിച്ചുപോയി. അമ്മുക്കുട്ടി ചേച്ചി 11ാമത്തെ വയസ്സിൽ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറയുന്ന മലയോര പ്രദേശത്ത്, കാടും മലയൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശത്ത് കാർത്തികപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കുടിയേറി വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അവിടെ കാട്ടിൽ മുള വെട്ടിയിട്ടാണ് അമ്മുക്കുട്ടി ചേച്ചിയും കുടുംബവും ഒരു ചെറിയ കുടില് കെട്ടിയിട്ട് ജീവിക്കുന്നത്. അമ്മുക്കുട്ടി ചേച്ചി ആ കാലത്തിനെ കുറിച്ച് എന്താ പറയാന്നറിയോ? വന്ന കാലം പറയാ പകല് ആന ഇറങ്ങി നടക്കുന്ന കാലം എന്നാ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയല്ലോ ഈ ബൈപ്പാസ് വന്ന കാലം, അല്ലെ ആ മേൽപ്പാലം വന്ന കാലം, ദേശീയപാത 6 വരിയായിട്ടുള്ള കാലം. അമ്മുക്കുട്ടി ചേച്ചിയുടെ കാലത്തിനെ കുറിച്ച് പറയാ പകല് ആന ഇറങ്ങി നടക്കുന്ന കാലം എന്നാണ്
പറയാ. അതിലുണ്ട് ആ കാലം എന്താണെന്ന്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട് കേട്ടോ അമ്മുക്കുട്ടി ചേച്ചിക്ക്. ആ അമ്മുക്കുട്ടി ചേച്ചി 11ാമത്തെ വയസ്സിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചെറിയ കുട്ടിയായിരുന്നു, എല്ലും തോലുമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു. അപ്പൊ അമ്മുക്കുട്ടി ചേച്ചി അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: പട്ടിണിയല്ലേ കുഞ്ഞേ, ഒരാൾ കൂടി പോയാ അത്രയും ആയല്ലോ എന്നാണ്. പട്ടിണിയല്ലേ കുഞ്ഞേ എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ നെഞ്ചിൻ്റെ അകത്തേക്ക് അതങ്ങനെ ആഴ്ന്നിറങ്ങണം എന്നൊന്നുമില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ചില ആളുകളുടെ മനസ്സിലേക്കെങ്കിലും ആ വാചകം ഒരു ചാട്ടുള്ളി പോലെ കയറും എന്ന്. പട്ടിണിയല്ലേ കുഞ്ഞേ എന്ന്. അമ്മുക്കുട്ടി ചേച്ചി 5ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്, പിന്നെ പഠിച്ചിട്ടില്ല. പക്ഷെ ആ അമ്മുക്കുട്ടി ചേച്ചി പിന്നീട് ആരായി മാറി? പിന്നീട് ഈ കാട്ടുപ്രദേശത്തേക്ക്, വനപ്രദേശത്തേക്ക് അവിടുത്തെ ആദിവാസികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ വേണ്ടി വന്ന കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിന്റെയും നേതാക്കളായിരുന്ന KKN പരിയാരം, പാച്ചേനി കുഞ്ഞിരാമൻ, AV കുഞ്ഞമ്പു എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആദിവാസി കുടിലിന്റെ മുന്നിൽ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നത് അമ്മുക്കുട്ടി ചേച്ചി കേൾക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അമ്മുക്കുട്ടി ചേച്ചിക്ക് തോന്നി, ഇതെന്റെ കൂടി കഥയാണല്ലോ, ഇതെന്റെ കൂടി ജീവിതമാണല്ലോ, എന്നെ കുറിച്ച് കൂടിയാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണ് അമ്മുക്കുട്ടി ചേച്ചി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് അമ്മുക്കുട്ടി ചേച്ചി അവരുടെ കൂടെ കൂടുന്നത്. ആ അമ്മുക്കുട്ടി ചേച്ചി കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് മാറി. അവിടെ മാത്രമല്ല കേട്ടോ, കോഴിക്കോടുണ്ടായിരുന്നു, പേരാമ്പ്രയിലും മറ്റ് മലയോര പ്രദേശങ്ങളിലുമൊക്കെ അമ്മുക്കുട്ടി ചേച്ചി വന്നിട്ടുണ്ട്. വയനാട്ടിൽ, കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ അമ്മുക്കുട്ടി ചേച്ചി പോകുമായിരുന്നു. ഒരു കാലത്ത് ഈ അമ്മുക്കുട്ടി ചേച്ചിക്ക് യാത്ര ചെയ്യേണ്ട പല സ്ഥലങ്ങളിലേക്കും ബസ് ഉണ്ടാവില്ല, നല്ല റോഡ് ഉണ്ടാവില്ല, പലപ്പോഴും ലോറിയാണ് പോകുന്നുണ്ടാവും ഈ തടിയെടുക്കാൻ വേണ്ടിയിട്ട്. അമ്മുക്കുട്ടി ചേച്ചിയെ വഴിയിൽ കണ്ടാൽ നിർത്താത്ത ലോറികൾ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അവർക്കറിയായിരുന്നു ഇത് എൻ്റെ നേതാവാണ്, എൻ്റെ സഖാവാണ്, അവർ വഴിയിൽ ഉപേക്ഷിക്കപ്പെടരുത് എന്ന്. അമ്മുക്കുട്ടി ചേച്ചി കിടന്നുറങ്ങാത്ത പാർട്ടി ഓഫീസ് ഇല്ല കണ്ണൂർ ജില്ലയിൽ. ആ അമ്മുക്കുട്ടി ചേച്ചി 1970 മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ വലതുപക്ഷത്തിന്റെ ഗുണ്ടകളുടെ അതിഭീകരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങി മരണത്തിന്റെ മുനമ്പിലേക്ക് പോയി. അമ്മുക്കുട്ടി ചേച്ചി മരിച്ചു എന്നാണ് കരുതിയത്. 36 വയസ്സാ അന്നവർക്ക് പ്രായം. 36 വയസ്സുള്ള നേതാവ്. അമ്മുക്കുട്ടി ചേച്ചി പറയാ, അന്ന് എൻ്റെ സ്വന്തം കൈകൊണ്ടൊരു ബണ്ണ് കഴിക്കാൻ 6 മാസം എടുത്തു എന്നാ. 6 മാസം എടുത്തു കുഞ്ഞേ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഒരു ബണ്ണ് കഴിക്കാൻ എന്നാണ്. അതിലുണ്ട് ആ ആക്രമണത്തിന്റെ എല്ലാ ക്രൗര്യവും, അതിന്റെ എല്ലാ വേദനയും. പക്ഷേ ആ KS അമ്മുക്കുട്ടി പിന്നീട് ആരായി മാറി? അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെത്തുന്ന ആദ്യത്തെ മലയാളി വനിതയായിട്ട് ആ 5ാം ക്ലാസ്സുകാരിയായ മിച്ചഭൂമി സമരകാലത്ത് മരണത്തിന്റെ മുനമ്പിൽ നിന്നും തിരിച്ചു വന്ന ആ KS അമ്മുക്കുട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരി പിന്നീട് മാറി. ആരുടെ കൂടെ? സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കൂടെ. അമ്മുക്കുട്ടി ചേച്ചി പറയായിരുന്നു, സുർജിത്ത് വിളിക്കുമായിരുന്നു അത്രേ അമ്മുക്കുട്ടി ചേച്ചിയെ കാണുമ്പോ കാമ്രേഡ് ആമ്മക്കുട്ടിന്ന്. അതിനെക്കുറിച്ച് അമ്മുക്കുട്ടി ചേച്ചി പറയായിരുന്നു. ആ അമ്മുക്കുട്ടി ചേച്ചി തൻ്റെ ചെറുപ്പകാലത്തെ ഒരു ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്, അവരുടെ ഒരു അനുഭവം. അത് അന്ന് ഈ പണിയെടുക്കാൻ വേണ്ടി പോയാൽ ആഴ്ചയിൽ 2 ദിവസം കൂലിയായിട്ട് കിട്ടുക ഭക്ഷ്യധാന്യ, കാശല്ല. ഇന്നൊക്കെ നെല്ലായിരിക്കും, അല്ലെങ്കിൽ ചാമയായിരിക്കും. എന്നൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഈ ചാമയോ നെല്ലോ ഭക്ഷ്യധാന്യമായിട്ട് കിട്ടുന്ന ദിവസം കറങ്ങി തിരിഞ്ഞു വരുന്നത് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ അന്ന് കൂലിയില്ല. കാരണം എന്താ? അന്ന് പത്തായം തുറക്കാൻ വേണ്ടി പറ്റൂല. പത്തായം തുറന്നാൽ പത്തായത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു വിശ്വാസം. അപ്പൊ ഇത് ആരുടെ വിശ്വാസം? ജന്മിമാരുടെ വിശ്വാസം. ഇത് കേട്ട് തിരിച്ചു വരും, അന്ന് കുഞ്ഞെ ഞങ്ങൾ പട്ടിണി കിടക്കും എന്നാണ് അമ്മുക്കുട്ടി ചേച്ചി പറയാ. എന്നിട്ട് അമ്മുക്കുട്ടി ചേച്ചി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. ആ ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് കുഞ്ഞെ ആ പത്തായത്തിന് അപ്പറഞ്ഞ ഐശ്വര്യം കൊണ്ടുവന്നത്? അത് ഞങ്ങളല്ലേ, ഞങ്ങളുടെ അധ്വാനല്ലേ അല്ലേ? പത്തായ പുരനിറയെ മുത്തായ മുത്ത്, ആ മുത്ത് വിതച്ചതും കൊയ്തതുമെല്ലാം ആരാണ്? അയിത്തച്ചങ്ങലയണിഞ്ഞ് പടിപ്പുരയുടെ പുറത്ത് വിയർപ്പും കണ്ണീരും കുടിച്ചു നിൽക്കുന്ന പാവങ്ങളാണ് എന്ന് പാടിയിട്ടുണ്ട് നമ്മൾ. ആരാണ് കുഞ്ഞെ ആ പത്തായത്തിന് അപ്പറഞ്ഞ ഐശ്വര്യം കൊണ്ടുവന്നത്? അത് ഞങ്ങളല്ലേ എന്ന ചോദ്യം.
എന്നിട്ട് അമ്മുക്കുട്ടിയേച്ചി കൂട്ടിച്ചേർക്കും, അതിങ്ങനെയാണ്. എന്നാൽ അന്ന് അത് ചോദിക്കാനുള്ള അറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന്. ആ അറിവിന്റെ പേരാണ് ജനാധിപത്യം. ആ അറിവുള്ള ജനതയുടെ പേരാണ് ജനാധിപത്യ സമൂഹം. നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള മണിമാളികകളുണ്ടല്ലോ, ആ മണിമാളികകൾ എന്റെ അസ്ഥിമാടങ്ങൾക്ക് മുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്ന് അധികാരി വർഗത്തിനു നേരെ നിവർന്നു നിന്ന് പറയാൻ ദുർബലരായ മനുഷ്യർക്ക് കരുത്തു നൽകുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യമെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ സംഘടനയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തിലെ ജനാധിപത്യത്തെ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാക്കിയിട്ട് മാറ്റുന്നത്. ആ ജനാധിപത്യത്തിന് കാവൽ നിൽക്കേണ്ടവരാണ് ഈ ലോകത്തെ യുവജനങ്ങൾ, ഈ ലോകത്തെ വിദ്യാർത്ഥികൾ. കാരണം ആ യൗവനത്തിന്റെ സമരം, യൗവനത്തിന്റെ വീര്യം, അതിന്റെ ബോധ്യം ഈ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് തൊഴിലാളികളുടെ ജീവിതത്തിന് ആത്മാഭിമാനം നൽകിയിട്ടുള്ള ഈ ചരിത്രമാണ് ഈ ഭൂമികയെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങളല്ല. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആരും ധാന്യം നൽകിയിട്ടുള്ളതുമല്ല. ഇപ്പോ നമ്മുടെ നാട്ടിലെ വലതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോധം ഉണ്ടല്ലോ. ആ ബോധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഏത് തൊഴിലാളി? ചുമട്ട് തൊഴിലാളിയാണ് കേരളത്തിലെ 1-ാം നമ്പർ ഗുണ്ടകൾ. വലതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോധമാണ് സിനിമകളിൽ, വാർത്തകളിൽ. എൻ്റെ നാട്ടിൽ മാതമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൊല്ലം മുമ്പ് ഒരു സമരം നടന്നു. ആ സമരം നടത്തിയ ചുമട്ട് തൊഴിലാളികളാണ്. ഇതിനാ സമരം നടത്തിയത്? സമരം നടത്തിയത് കൂലിക്ക് വേണ്ടിയിട്ടാണ്, എന്നുവെച്ചാൽ തൊഴിലിന് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. അപ്പൊ ആ സമരം നടത്തിയ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ, അതിൽ കേരളത്തിലെ ജനാധിപത്യ ശബ്ദത്തിന്റെ മുന്നണി പോരാളി എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനൽ മീഡിയ വൺ ഒരു ദിവസം ഒഴിയാതെ വാർത്ത കൊടുത്തു. ആർക്കെതിരെ? ഈ തൊഴിലാളികൾക്ക് എതിരെ. ചുമട്ട് തൊഴിലാളികൾ എന്തിനാ സമരം ചെയ്യുന്നത്? ചുമട്ട് തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ആരെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും സിംഹാസനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കൂലിക്ക് വേണ്ടിയിട്ടാ, അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടാ. എന്ന് വെച്ചാ അവരുടെ നെട്ടല് താഴും എപ്പോ? അവരുടെ നെട്ടല് വളയും എപ്പോ? അവരുടെ ശരീരത്തിൽ ഭാരം കയറുമ്പോ, അവർ തൊഴിലെടുക്കുമ്പോ. എന്നാ കൂലിക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു മുതലാളിയുടെ മുന്നിലും അവരുടെ നെട്ടല് കുനിയില്ല. രാജകന്മാരെ പോലെ അവര് നിൽക്കില്ല. അത് കേരളത്തിലെ തൊഴിലാളി വർഗം സമരങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരു കരുത്താണ്. ഞങ്ങൾ പണിയെടുക്കും, ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുമെന്നാൽ ഞങ്ങളുടെ അവകാശത്തിനോ കൂലിക്കോ വേണ്ടിയിട്ട് ഒരു തമ്പുരാന്റെ മുന്നിലും ഞങ്ങൾ മുട്ടുമടക്കി കൊടുക്കില്ല എന്ന് കേരളത്തിലെ തൊഴിലാളികൾ സമരങ്ങളിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു കരുത്ത്. അങ്ങനെയല്ല ഇന്ത്യയിലെ തൊഴിലാളികൾ. നിങ്ങൾ ഡൽഹിയിലേക്ക് പോവുക, മുംബൈയിലേക്ക് പോവുക, ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ പോവുക. ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ വണ്ടി നിർത്തുന്നതിന് മുമ്പ് അതിങ്ങനെ സ്ലോ ആയിട്ട് വരുമ്പോഴേക്കും ട്രെയിനിനകത്തേക്ക് പോർട്ടർമാർ ഓടിക്കേറും. ഇതിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ പെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാ? സ്നേഹം കൊണ്ടൊന്നല്ല, ഒരു നേരം കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കൂലിക്ക് വേണ്ടിയിട്ടാ. എന്നിട്ട് യാചിക്കും ആളുകളുടെ മുന്നിൽ. വലിയ മാളുകളിൽ പോവുക, പോയി തിരിച്ചിറങ്ങുമ്പോഴോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ചുറ്റിലും ഈ തേനീച്ചകൾ പൊതിയുന്നത് പോലെ പൊതിയും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. എന്നിട്ട് വന്ന് വിളിക്കും, സാബ് സാബ്, മുതലാളി എന്റെ വണ്ടിയിലേക്കൊന്ന് കയറുവോ എന്ന് യാചിക്കും. അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പണ്ടിങ്ങനെയായിരുന്നു. ഫറൂഖിൽ ട്രെയിൻ വന്ന് ഇറങ്ങി നിർത്തുന്ന സമയത്ത് ആ ട്രെയിനിന്റെ അകത്തേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓടിക്കേറും അത്രേ. എന്നിട്ടോ കുട്ടീനെ ഒരാളെടുക്കും, പെട്ടി വേറൊരാളെടുക്കും. കുട്ടി ഒരോട്ടോയിൽ പോവും, പെട്ടി വേറൊരു ഓട്ടോയില് പോവും. യാചിക്കും, പണിക്ക് വേണ്ടിയിട്ടാ. ഇന്നത് കാണൂല. ഇന്ന് തൊഴിലിന് വേണ്ടി ഒരാളുടെയും മുന്നിൽ അടിമയായിട്ട് നിൽക്കാൻ ആര് തയ്യാറല്ല? കേരളത്തിലെ തൊഴിലാളി വർഗം തയ്യാറല്ല. ഇത് ഏതെങ്കിലും ദേവേന്ദ്രൻ സമ്മാനം നൽകിയിട്ടുള്ളതല്ല. സമര പരമ്പരകളുടെ തുടർച്ചയിൽ ഇവിടുത്തെ തൊഴിലാളി വർഗം, സമരോജ്വലരായിട്ടുള്ള തൊഴിലാളി വർഗം പൊരുതി പോരടിച്ച് നേടിയെടുത്തതാണ്. അതിനെക്കുറിച്ചിട്ടാണ് വയലാർ പാടിയിട്ടുള്ളത്. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമരകഥ,
അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ എന്ന്. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ജ്വല സമരകഥ. അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത് പൊരുതും വർഗ ചരിത്രത്തിൽ. ഉടനീളം ചുടുചോരയിൽ എഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത് പൊരുതും വർഗ ചരിത്രത്തിൽ. ഉടനീളം ചുടുചോരയിൽ എഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം. പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകാം. അവരെ കണ്ടാൽ സമുദായത്തിനടിമുടി അടിമുടി കലി കയറും എന്ന്. പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകാം. അവരെ കണ്ടാൽ സമുദായത്തിനടിമുടി അടിമുടി കലി കയറും. ദുസ്സഗുണങ്ങൾ നാടുമുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ. എഴുന്നേൽക്കാൻ വയ്യൊന്നിനുമെന്നാൽ മിഴികളിലാകെ തീയരിയുമെന്ന്. പിച്ചകളായിരുന്ന, എഴുന്നേൽക്കാൻ വയ്യാത്ത, അടിമകളായിരുന്ന, ദുസ്സഹനങ്ങളായിരുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, ചെറുകിട കച്ചവടക്കാർ, വണ്ടിയുന്തുന്നവർ, തൊഴിലെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന മഹാമനുഷ്യർ. ആ മഹാമനുഷ്യർ അടിമകളായിരുന്നു ഈ നാട്ടിൽ. അവരെങ്ങനെയാ തിരിച്ചു വന്നത്? അവർ ഒരു മനുഷ്യ സമൂഹമായിട്ട് വളർന്നു നിന്നത് പ്രിയപ്പെട്ടവരെ ഒരു സംഘടിത ശക്തിയിലൂടെയാ. അവർക്കറിയാം വ്യക്തികളായി നിൽക്കുമ്പോ ഞങ്ങൾ അടിമകളാണെങ്കിലും ഒന്നിച്ചു നിൽക്കുമ്പോ തങ്ങൾക്കുണ്ടായിരുന്ന കരുത്ത് അവർ തിരിച്ചറിഞ്ഞു. വയലാർ വീണ്ടും അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉണരും മുമ്പേ തൊഴിൽശാലകളുടെ ഉടമസ്ഥന്മാർ ഒരു ദിവസം കണി കണ്ടു തൊഴിലാളികൾ പലരും കൊടിയും കൊണ്ടു നടക്കുന്നു. എന്ത് പിരാന്താണ് അവർ ചിന്തിച്ചു. ചിന്തിച്ചിട്ടൊരു പിടിയില്ല. എന്ത് പിരാന്താണ് അവർ ചിന്തിച്ചു. ചിന്തിച്ചിട്ടൊരു പിടിയില്ല. അവരെന്നവരുടെ കൂലിക്കാരോട് ഉപദേശിച്ചു പലവട്ടം. കൊടിയും യോഗവും തലയിൽ ചകിരിച്ചോറും തിരുകി തെണ്ടി നടക്കും കഴുതകളെ. കൊടിയും യോഗവും ഒന്നും നിങ്ങൾ കുടയവരാകില്ലൊരു കാലം. ഇപ്പോഴും പറയുന്നതാ. കൊടിയും യോഗവും ഒന്നും നിങ്ങൾ കുടയവരാകില്ലൊരു നാളും. അന്ന് അങ്ങനെ പറഞ്ഞ ജന്മിവർഗത്തെ, മുതലാളി വർഗത്തെ അവരുടെ വാക്കിന് പുല്ലുവില കൊടുത്ത് ഈ നാട്ടിലെ തൊഴിലാളികൾ സംഘടിച്ചു. അങ്ങനെയാ ഈ കാലം ഉണ്ടായിട്ടുള്ളത്. ആ പോരാട്ടത്തിലൂടെയാ ഈ നാടുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത്. അരിയും തുണിയും കിട്ടാതിങ്ങനെ മരണപ്പൊത്തിൽ പിടയുമ്പോൾ അത് ചോദിച്ചാൽ ചോദിപ്പവരുടെ മുതുകു തകർക്കും ഭരണക്കാർ. അവരോടെതിരിട്ടെത്തിയ നാട്ടാർ അവരുടെ തോക്കിനിരയായി. അയ്യോ പോയി പോയി എന്നരുമക്കുഞ്ഞന്നു നടത്തിയ സമരത്തിൽ രക്തസാക്ഷിയുടെ അമ്മ, പുഷ്പന്റെ അമ്മ, മഹാരക്തസാക്ഷികളുടെ അമ്മ പാടുകയാണ്. അയ്യോ പോയി പോയി എന്നരുമക്കുഞ്ഞന്നു നടത്തിയ സമരത്തിൽ നെഞ്ചിലൊരുണ്ട തറച്ചതിൽ നിന്നും ചെങ്കുടൽ തള്ളിയൊരാരൂപം. വയ്യേ വയ്യതു കാണാൻ മകനെ നീ ആ മണ്ണിലുറങ്ങുന്നു എന്ന്. അങ്ങനെ ജീവത്യാഗത്തിലൂടെ, കീഴടങ്ങാത്ത സന്ധി ചെയ്യാത്ത സമരങ്ങളിലൂടെ വളർത്തിയെടുത്ത നാടിന്റെ പേരാണ് കേരളം എന്നുള്ളത്. ഈ കേരളം പരശുരാമൻ മഴുവറിഞ്ഞ് സൃഷ്ടിച്ച നാടിന്റെ പേരല്ല, മറിച്ച് കയ്യിൽ ചെങ്കൊടി എന്തിയിട്ടുള്ള തൊഴിലാളി വർഗ സമരസഖാക്കൾ പൊരുതി പോരടിച്ച് വളർത്തിയെടുത്ത നാടിന്റെ പേര് കേരളം. ആ സമരത്തിന്റെ പേരാണ് കയ്യൂർ, കരിവള്ളൂർ, മുനിയൻകുന്ന്, തില്ലങ്കേരി, മൊറാഴ, ഒഞ്ചിയം, കൂത്താളി, സൂരനാട്, പുന്നപ്ര, വയലാർ. ആ സമരങ്ങളിലൂടെ വളർത്തിയെടുത്ത നാടിന്റെ പേര് കേരളം. പ്രിയപ്പെട്ടവരെ, ആ നാടിനെ തകർക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ നിശബ്ദമാക്കാൻ ഇവിടെ വലതുപക്ഷത്തിന്റെ മഴവിൽ സഖ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ആ മഴവിൽ സഖ്യത്തിൽ വർഗീയ ശക്തികളുണ്ട്. ഏത് വർഗീയ ശക്തികൾ? ഈ രാജ്യം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ പറയുകയാണ് ഈ പാർട്ടിക്ക് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ലത്രേ. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്ക് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ലത്രേ. നിങ്ങൾക്ക് എന്താണോ ഈ നാടിന് ചെയ്യാനുള്ളത്? ഈ നാടിന്റെ ചരിത്രത്തിൽ നിങ്ങൾ എവിടെ, ഞങ്ങൾ എവിടെ? ഇതേതാ പാർട്ടി? 1920 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 27 വർഷം. ഈ 27 വർഷത്തിനിടയിൽ 21.5 വർഷവും നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. നിരോധിക്കപ്പെട്ട പാർട്ടി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്.
1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം നിരോധിക്കപ്പെട്ടതായിട്ട് കാണാൻ പറ്റില്ല. അപ്പോഴാണ് 27-ൽ 21.5 വർഷവും ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നിരോധിച്ച പാർട്ടിയായിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നത്. 1925-ലാണ് RSS രൂപീകരിക്കപ്പെടുന്നത്. 22 വർഷത്തിനപ്പുറമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 21 വർഷമല്ല, 21 ദിവസമല്ല, 21 ഞങ്ങൾക്ക് വില പറയാൻ വേണ്ടി വരുന്നത്. ഒന്നാമത്തെ ഗിയറിൽ പോവുകയായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആ സമരത്തിന്റെ ധാരയിലേക്ക് തൊഴിലാളികളെയും കർഷകരെയും അധ്വാനിക്കുന്ന മഹാമനുഷ്യരെയും ഒരു കൊടുങ്കാറ്റ് പോലെ ഇളക്കിവിട്ട് ആ സമരത്തെ സ്റ്റോപ്പ് ഗിയറിലേക്ക് മാറ്റിയതാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടുപോകുവാൻ വേണ്ടി പറ്റുന്ന പാകത്തിലേക്ക് സമരതീക്ഷ്ണമാക്കി മാറ്റിയതാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കേരളം ഉണ്ടായത്? ഈ കേരളം എങ്ങനെയാ ഇന്നത്തെ കേരളമായിട്ട് മാറിയത്? ആളുകൾ സാധാരണ പറയാറുണ്ട് കേരളത്തിലെ ജീവിതവും അമേരിക്കയിലെ ജീവിതവും ഒരുപോലെയാണ്, ഒരേ ജീവിത നിലവാരമാണ്. യൂറോപ്പിലെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലെ ജീവിതവും കേരളത്തിലെ ജീവിതവും ഒരുപോലെയാണ്. എന്തേ ഒരുപോലെ എന്ന് പറയുന്നു? അമേരിക്കയിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 82 വയസ്സാ എന്ന് വെച്ചാൽ ജനിച്ചാൽ മിക്കവാറും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 82 വയസ്സ് വരെയെങ്കിലും ആളുകൾ ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ ജനിച്ചാലും രാമനാട്ടുകര ജനിച്ചാലും ഒരാളുടെ ശരാശരി പ്രായം എന്നുള്ളത് 82 വയസ്സാണ്. ഒരു കുട്ടി പോലും ജനിച്ച ഒരു കുട്ടി പോലും സ്കൂളിൽ പോകാതിരിക്കുന്ന നാടാണ് അമേരിക്ക, അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ ഫ്രാൻസ്. ജനിച്ച ഒരു കുട്ടിയും സ്കൂളിൽ പോകാതിരിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ചേരാത്ത ഒരു കുട്ടി പോലും ഇല്ലാത്ത നാടിന്റെ പേരാണ് രാമനാട്ടുകര, ഫറൂഖ്, കോഴിക്കോട്, കേരളം എന്നുള്ളത്. എല്ലാ ആളുകൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയുള്ള നാടിന്റെ പേരാണ് കേരളം എന്നുള്ളത്, അല്ലേ? എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിത സുരക്ഷ എന്താണോ അതേ സുരക്ഷ കിട്ടുന്ന നാടിന്റെ പേരാണ് കേരളം. യൂറോപ്പിൽ ഉള്ള ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിത സുരക്ഷ എന്താണോ അതേ ജീവിത സുരക്ഷ ലഭിക്കുന്ന നാടിന്റെ പേരാണ് കേരളം എന്നുള്ളത്. ഇതിന്റെ അർത്ഥം പക്ഷെ എന്തല്ല? ഇതിന്റെ അർത്ഥം കേരളവും അമേരിക്കയും ഒരുപോലെയാണ് എന്നല്ല. കേരളവും ഇംഗ്ലണ്ടും ഒരുപോലെയാണ് എന്നല്ല. കേരളവും ഫ്രാൻസും ഒരുപോലെയാണ് എന്നല്ല. ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അമേരിക്ക ഇന്ന് കാണുന്ന ഈ സമ്പത്തിലേക്ക് എത്തിയത് അവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ചോ ആ നാട്ടിലെ തദ്ദേശീയ ജനതയെ കൊന്നൊടുക്കിയിട്ടാ, അടിമകളാക്കിയിട്ട് ആഫ്രിക്കയിലെ മനുഷ്യരെ കൊണ്ടുവന്നിട്ടാ, ലോകം മുഴുവൻ കൊള്ളയടിച്ചിട്ടാ. ബ്രിട്ടൻ ഇന്നത്തെ ബ്രിട്ടനായി മാറിയത് അവരുടെ കഴിവ് കൊണ്ടല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കോളനിയാക്കി മാറ്റി ഈ രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടാ. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ പാടുന്നത്, നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് ആര് പറഞ്ഞു, നമ്മുടെ അസ്ഥികൾ കൊണ്ടവർ ഗോപുരങ്ങൾ തീർത്തിട്ടുണ്ടല്ലോ എന്ന്. ആരാണ് പാരീസ് നഗരം നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളാണ് എന്ന. അധിനിവേശത്തിലൂടെ, കൊള്ളയടിക്കലിലൂടെ, വംശഹത്യയിലൂടെ, കൊള്ളകളിലൂടെ, കോളനിവൽക്കരണങ്ങളിലൂടെയാണ് ഈ രാജ്യങ്ങൾ ഇന്നത്തെ സമ്പത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ എന്റെ കേരളം, ഈ കേരളം, ഇടതുപക്ഷ കേരളം ഒരാളെയും കൊള്ളയടിച്ചിട്ടല്ല, ഒരു നാടിലേക്കും അധിനിവേശം നടത്തിയിട്ടല്ല, ആരെയും അടിമകളാക്കിയിട്ടല്ല, മറിച്ച് ഈ നാടിന്റെ സമ്പത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യുവാനുള്ള ഒരു പ്രക്രിയ ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ നാട് എല്ലാവരുടെയും നാടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ട്, രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ലോകത്തെ ഈ നാടിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ കേരളമായിട്ട് മാറിയിട്ടുള്ളത്. ആ പദ്ധതിയുടെ പേരാണ് ഭൂപരിഷ്കരണം, ആ പദ്ധതിയുടെ പേരാണ് സാക്ഷരതാ യജ്ഞം,
ആ പദ്ധതിയുടെ പേരാണ് പൊതുജന ഗ്രന്ഥാലയങ്ങൾ, ആ പദ്ധതിയുടെ പേരാണ് കുടുംബശ്രീ, ആ പദ്ധതിയുടെ പേരാണ് ജനകീയാസൂത്രണം, ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് മിഷൻ, ആ വഴിയുടെ പേരാണ് ആർദ്രം, ആ വഴിയുടെ പേരാണ് പൊതുജനാരോഗ്യം, ആ വഴിയുടെ പേരാണ് പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം സംരക്ഷണ യജ്ഞം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ മുഴുവൻ ജനതയെയും നിവർന്നു നിൽക്കുവാൻ കെൽപ്പുള്ള ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരാധുനിക സമൂഹമായിട്ട് കേരളത്തെ മാറ്റിയെടുത്തത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. ആ കേരളത്തെ തകർക്കണമെങ്കിൽ ആദ്യം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കണം. ആ കേരളത്തിലെ തൊഴിലാളി വർഗത്തെ വീണ്ടും അടിമകളാക്കി മാറ്റണമെങ്കിൽ ആദ്യം ഈ നാട്ടിലെ ചെങ്കൊടിയെ താഴ്ത്തിക്കെട്ടണം. ആ ചെങ്കൊടി ഒരിഞ്ച് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനം ഈ നാടിന് മുമ്പാകെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് കേരളത്തിന്റെ യൗവനം ഈ തൊഴിലാളി വർഗ സമര ഭൂമികയുടെ കൂടെ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കടന്നു വന്നിട്ടുള്ള ഈ പാത പരവതാനികൾ നിറച്ചു വെച്ചിട്ടുള്ള പാതകൾ ആയിരുന്നില്ല. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ. തൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻകോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്ന് പാടാറുണ്ട് നമ്മൾ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ. ആ ചെമ്മൻ കുതിരയുടെ പേരാണ് കയ്യൂർ, ആ ചെമ്മൻ കുതിരയുടെ പേരാണ് കരിവള്ളൂർ, ആ ചെമ്മൻ കുതിരയുടെ മുഴക്കമാണ് മട്ടന്നൂർ, ആ ചെമ്മൻ കുതിരയാണ് തില്ലങ്കേരി, അതേ ചെമ്മൻ കുതിരയാണ് മണ്ടോടിക്കണ്ണന്റെ ഒഞ്ചിയം, ആ ചെമ്മൻ കുതിരയാണ് പുന്നപ്ര, ആ ചെമ്മൻ കുതിരയാണ് വയലാർ, ആ ചെമ്മൻ കുതിരയുടെ സമരമാണ് സൂര്യനാട്, അതേ ചെമ്മൻ കുതിരയാണ് പ്രിയപ്പെട്ടവരെ കൂത്തുപറമ്പ്. ആ ചെമ്മൻ കുതിരയുടെ സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ യൗവനം, കൂത്തുപറമ്പിന്റെ യൗവനം, പുതുക്കുടി പുഷ്പന്റെ യൗവനം, രക്തസാക്ഷികളുടെ യൗവനം തയ്യാറാണ് എന്ന് മാത്രം പ്രഖ്യാപിച്ച് നിങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.